തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ സബ് ജയിലിൽ റിമാൻഡ് പ്രതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കുറ്റിച്ചൽ സ്വദേശി 55 വയസ്സുള്ള സെയ്ത്തലിയാണ് മരിച്ചത്. അബോധാവസ്ഥയിൽ കണ്ട പ്രതിയെ നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇന്ന് രാവിലെയോടെയാണ് സംഭവം. ഗാർഹിക പീഡന പരാതിയിൽ റിമാൻഡിൽ കഴിഞ്ഞ പ്രതിയാണ് മരിച്ചത്. നെഞ്ചുവേദനയെ തുടർന്ന് അബോധാവസ്ഥയിലായ സെയ്ദ് മുഹമ്മദിനെ ഉടൻ തന്നെ നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. തുടർന്ന് മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി. അതേസമയം മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. അസുഖവിവരം ജയിലധികൃതർ ബന്ധുക്കളെ കൃത്യമായി അറിയിച്ചില്ല. മരണശേഷമാണ് വിവരം ധരിപ്പിച്ചതെന്നും വാർഡ് മെമ്പർ പറഞ്ഞു. പഞ്ചായത്തിൽ പേഴുമൂട് വാർഡ് മെമ്പറാണ്. എൻ്റെ വാർഡിലാണ് ഈ സെയ്ദ് മുഹമ്മദ് എന്ന് പറയുന്ന പുള്ളി താമസിച്ചിരുന്നത്. അപ്പോൾ 2 മാസത്തോളമായി പുള്ളി ഗാർഹിക പീഡനമായിട്ട്, കാരണം വീട്ടിലെ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ 6 മണിക്ക് പുള്ളിയുടെ ഭാര്യ എന്നെ വിളിച്ചിട്ട് പറയുന്നു എൻ്റെ ഭർത്താവ് മരിച്ചു പോയിന്ന്. ഉടനെ തന്നെ ഞാൻ കാട്ടാക്കട സ്റ്റേഷനുമായി ബന്ധപ്പെട്ടപ്പോഴത്ത് പറഞ്ഞ് ഇതുപോലെ ഇന്നലെ സുഖമില്ലാതായി മരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങൾ നെയ്യാറ്റിൻകര സ്റ്റേഷനുമായി ബന്ധപ്പെടാൻ പറഞ്ഞ് ഞാൻ ഉടനെ തന്നെ ഇവിടെ നെയ്യാറ്റിൻകര സ്റ്റേഷനുമായി ബന്ധപ്പെട്ടു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും മറ്റ് അധികൃതരുമായിട്ടൊക്കെ സംസാരിച്ചതിന് ശേഷം മാത്രമേ വിശദവിവരങ്ങൾ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. പക്ഷേ അറിഞ്ഞിടത്തോളം സ്വാഭാവിക മരണം എന്നുള്ള നിലയിലാണ് ഇപ്പോഴത്തെ നിലപാട്. ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട കേസിൽ കാട്ടാക്കട പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ കഴിയുകയായിരുന്നു സെയ്ദ് മുഹമ്മദ്. മദ്യപിച്ച് വീട്ടിൽ ബഹളം വയ്ക്കുന്നത് പതിവായതിനെ തുടർന്ന് 2 മാസം മുമ്പാണ് ഇയാളെ കാട്ടാക്കട പോലീസ് അറസ്റ്റ് ചെയ്തതും കോടതിയിൽ ഹാജരാക്കിയതും. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഭൗതിക ശരീരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചു. തുടർന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഭൗതിക ശരീരം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ജനം, തിരുവനന്തപുരം.